കഴിഞ്ഞ സെക്ഷൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു റിമാർക്കുണ്ട്, റിമാർക്കിലേക്ക് പോവാം. മെട്രിക്സ് ഓഫ് എ വെക്റ്റർ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി. അപ്പോൾ ഒരു വെക്റ്ററിൻ്റെ മെട്രിക്സ് എന്താണ്, ഒരു വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻ്റായ വിയുടെ മെട്രിക്സ് എന്താണ്, എങ്ങനെയാണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Suppose v1 etc. vn is a basis of capital V. If small v belongs to capital V, then there exists unique scalars b1 etc. bn such that v is equal to b1 v1 plus etc. plus bn vn. ഓക്കെ, ഇപ്പം നമ്മൾ ക്യാപിറ്റൽ വിയുടെ ഒരു ബേസിസ് ഉണ്ട് നമുക്ക്. ആ ബേസിസ് ആണ് v1 etc. vn. അപ്പം ക്യാപിറ്റൽ വി എന്നൊരു സ്മോൾ വി എടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസിസിൽ വെക്ടേഴ്സിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. അങ്ങനെ സ്കെയിലാർസ് നമുക്ക് കിട്ടും. b1 etc. bn ആണ് ആ സ്കെയിലാറുകൾ. ഇപ്പോൾ v is equal to b1 v1 plus etc. plus bn vn എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെയുള്ള സ്കെയിലാറുകൾ നമുക്ക് കിട്ടും, കാരണം b1 etc. bn എന്ന് പറയുന്നത് ബേസിസ് ആയതുകൊണ്ട്. ദ മെട്രിക്സ് ഓഫ് സ്മോൾ വി, ഈ സ്മോൾ വിയുടെ മെട്രിക്സ് അതിനെ നമ്മൾ എം ഓഫ് വി എന്ന് ഡിനോട്ട് ചെയ്യും. ഈസ് ദി n by 1 മെട്രിക്സ് ഡിഫൈൻഡ് ബൈ എം ഓഫ് വി ഈസ് ഈക്വൽ ടു b1 മുതൽ bn വരെയുള്ള ഈ സ്കെയിലാറുകൾ. അതായത് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിനെ ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യത്തെ വെക്ടർ, അതായത് ഒരു ലിസ്റ്റാണല്ലോ നമുക്ക് തരുന്ന ബേസിസ്. അപ്പോൾ ആദ്യത്തത് രണ്ടാമത്തത് ആ ഒരു ഓർഡറിലാണ് നമ്മൾ ആ സ്കെയിലാറുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഓർഡറിൽ തന്നെ വേണം നമ്മൾ b1 കഴിഞ്ഞിട്ട് b2 അങ്ങനെ താഴെ bn വരെ എഴുതാൻ. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന n by 1 മെട്രിക്സ് ആണ് ഈ മെട്രിക്സ് ഓഫ് വി എന്ന് പറയുന്നത്. വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ബൈ എം ഓഫ് വി ഓർ ബൈ എം ഓഫ് വി v1 etc. അതായത് എം ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു v1 etc. vn. അതായത് നമ്മൾ ഈ മെട്രിക്സ് ഇപ്പോൾ ഒരു ക്യാപിറ്റൽ വി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതിന് നമുക്ക് ക്യാപിറ്റൽ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. അതിന് നമുക്ക് ഒന്നിലധികം ബേസിസുകൾ ഉണ്ടാവാമല്ലോ. അപ്പോൾ ആ ഏത് ബേസിസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ ഈ എം ഓഫ് വി വിത്ത് റെസ്പെക്ട് അതിന് ശേഷം അതും കൂടെ ഒന്ന് എഴുതി വെക്കണം. v1 etc. vn എന്നുകൂടെ ഒന്ന് എഴുതി വെക്കണം. ഇനി അല്ല, നമുക്കറിയാം, ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ അവിടെ എഴുതാമെന്ന് നിർബന്ധമില്ല. ഇഫ് ദ ബേസിസ് ഈസ് ടു ബി ഡിസ്പ്ലേഡ് എക്സ്പ്ലിസിറ്റ്, ബേസിസും കൂടെ നമുക്ക് കാണിക്കണമെങ്കിൽ, ഇപ്പോൾ ഒന്നിലധികം ബേസിസുകളെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും അതിൻ്റെ ആവശ്യകത വരിക. ഒന്നിലധികം ബേസിസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പ്രോബ്ലത്തിലോ മറ്റോ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ ഇത് ആവശ്യമായിട്ട് വരും. അല്ല എങ്കിൽ നമുക്ക് എം ഓഫ് വി എന്ന് എഴുതിയാൽ മതി. എക്സാമ്പിൾ, ദ മെട്രിക്സ് ഓഫ് എ വെക്ടർ എക്സ് ബിലോങ്സ് ടു f raised to n with respect to the standard basis is obtained by writing the coordinates of x as the entries in an n by 1 matrix. In other words, if x equal to x1 etc. x1 belongs to f raised to n, then m of x is equal to x1 താഴോട്ട് xn. അപ്പോൾ ഒരു മെട്രിക്സ്, ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. എഫ് റൈസ് ടു എൻ, എഫ് ഒരു ഫീൽഡാണ്. എഫ് റൈസ് ടു എന്നിൽ നിന്ന് നമ്മളൊരു എക്സ് എടുത്തത്. എക്സ് ഒരു എൻ ടപ്പിളാണ്, ആ വെക്ടർ ഒരു എൻ ടപ്പിളാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്, വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ബേസിസിലുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമാണ് ഈ എക്സിൻ്റെ ആ ഒരു എൻ ടപ്പിളുണ്ടല്ലോ, x1 etc. xn എന്ന് പറയുന്നതാണ് എക്സ് എങ്കിൽ ഈ എൻ ടപ്പിളിലുള്ള ആ നമ്പറുകൾ താഴേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മെട്രിക്സ് ആയി. ഓക്കെ, അപ്പോൾ എക്സ് ഇസിക്കൽ എക്സും താഴോട്ട് ഇതൊരു n by 1 മെട്രിക്സ് ആണ്. അങ്ങനെ കിട്ടും. അപ്പം വിത്ത് റെസ്പെക്ട് സ്റ്റാൻഡേർഡ് ബേസിസിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അതേ വെക്ടർ തന്നെ താഴോട്ട് എഴുതി വെച്ചാൽ മതി, അതിൻ്റെ കോർഡിനേറ്റ്സ് താഴോട്ട് എഴുതിയാൽ മതി. പ്രൊപ്പോസിഷൻ, സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി ഡബ്ല്യു ആൻഡ് v1 etc. vn ഈസ് എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ വി and w1 etc. wm is a basis of capital W, then m of tv is equal to m of t into m of v for every v belongs to capital V. t എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എൽ വി ഡബ്ല്യുവിനകത്ത് നിന്ന് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നിന്ന് ഡബ്ല്യുയിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ടി. നമുക്കൊരു ബേസിസ് ഉണ്ട് വിയുടെ, v1 etc. vn എന്ന് പറയുന്ന ബേസിസ് ഉണ്ട്. പിന്നെ ഡബ്ല്യുവിൻ്റെ ഒരു ബേസിസ് ഉണ്ട്, w1 etc. wm എന്ന് പറയുന്ന ബേസിസ് ഉണ്ട്.
ദെൻ എം ഓഫ് ടി വി എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ടി വി എന്ന് പറയുന്നത് എം ഓഫ് ടി ഇൻറ്റു എം ഓഫ് വി ആണ്. ഈ എം ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസസ് v1, എക്സ്ട്രാ vn ആൻഡ് w1, എക്സ്ട്രാ wm എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ കാണാം, പ്രൂഫിൽ നോക്കാം നമുക്ക്. എം ഓഫ് ടി വി ഒരു ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടി വി ഇത് വി എന്ന് പറയുന്ന ഒരു സ്മോൾ ലെറ്റർ എടുക്കുന്ന എവിടെ നിന്നാണ്? ക്യാപിറ്റൽ വി എന്നാണ് നമ്മുടെ സ്മോൾ വി എടുക്കുന്നത്. അതൊരു വെക്ടറാണ്. അതിൻ്റെ ഇമേജ് അണ്ടർ ടി വി എന്ന് പറയുന്നത് അപ്പോൾ എവിടെ ആയിരിക്കും ഉള്ളത്? ഡബ്ല്യുവിനകത്തിലായിരിക്കും ഉള്ളത്. ആ വെക്ടറിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ടി ഇൻറ്റു മെട്രിക്സ് ഓഫ് വി ചെയ്താൽ മതി. ഫോർ എവരി വി ബിലോങ്സ് ടു വി എന്നാണ്. പ്രൂഫ് നോക്കാം. ലെറ്റ് എം ഓഫ് ടി ഈസ് ഈക്വൽ ടു എം ഓഫ് ടി എന്ന് പറയുന്നത് നമുക്കൊരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ആ മെട്രിക്സിന് നമ്മൾ കൊടുക്കുകയാണ് A11 എക്സെട്ര A1n AM1 എക്സെട്ര AMn. അപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? അതായത് എങ്ങനെയാണ് ഈ മെട്രിക്സ് വരുന്നതെന്ന്. മെട്രിക്സിനെ കുറിച്ച് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു M/n മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, എം ഓഫ് ടി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ v1, v2 എക്സെട്ര vnൻ്റെ എല്ലാ ഇമേജ് ഏതിൻ്റെ ടേംസ് കണ്ടുപിടിക്കുമെന്ന് അറിയാം? w1, എക്സെട്ര wmൻ്റെ ടേംസ് കണ്ടുപിടിക്കുക. അത് ഇന്നലെ ഞാനൊരു സെക്ഷൻ പറഞ്ഞു തീർത്തല്ലോ നമ്മുടെ മെട്രിക്സിനെ പറ്റി. ആ സെക്ഷൻ എടുത്തപ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്. v1ൻ്റെതും അതായത് tv1 കണ്ടുപിടിക്കും, tv2 കണ്ടുപിടിക്കും, അങ്ങനെ tvn വരെയുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇതിനെല്ലാം ഈ w1, w2 എക്സെട്ര wmൻ്റെ ടേംസിൽ എഴുതുക. ഈ tv1ഉം tv2 എക്സെട്ര tvn എല്ലാം എവിടെ ഉള്ളത്? ക്യാപിറ്റൽ w-നകത്തിലാണോ ഉള്ളത്? ഇനി ക്യാപിറ്റൽ w-നകത്തിലുള്ള ഏതൊരു വെക്ടറിനെയും അതിൻ്റെ ബേസിസിൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ നമുക്ക് അവിടെ സ്കെയിലാറുകൾ കിട്ടും. ആ സ്കെയിലാറുകൾ എടുക്കുന്നു. ഇപ്പോൾ tv1 കണ്ടുപിടിച്ചു, നമുക്കൊരു സെറ്റ് ഓഫ് സ്കെയിലാർസ് കിട്ടി. എത്ര എണ്ണം ഉണ്ടാവും? m എണ്ണം ഉണ്ടാവും. കാരണം ഈ w1 എക്സെട്ര wmൻ്റെ കൂടെ ഓരോന്നിൻ്റെയും കൂടെ വരുന്ന സ്കെയിലാറുകൾ m എണ്ണം ഉണ്ട്. ആ m എണ്ണത്തിനെ താഴോട്ട്, അതായത് ഫസ്റ്റ് കോളം എടുക്കുന്നു. അപ്പോൾ A11 മുതൽ AM1 വരെ ഉള്ളത് അത് ഞാൻ എഴുതി ക്ലാസ്സിൽ കാണിച്ചു തന്നെയാണ്. അതായത് tv1ൻ്റെ ഇമേജിൻ്റെ സ്കെയിലാർസ്. അത് കഴിഞ്ഞിട്ട് tv2ൻ്റെ എഴുതും. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? n എണ്ണം ഉണ്ട്. vnൻ്റെതാണ് ഏറ്റവും ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത് A1n എക്സെട്ര താഴോട്ട് AMn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജനറലായിട്ട് TVK = summation J = 1 to m A J K W J for each k. Okay, let V belongs to capital V be arbitrary vector. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ TVK ഞാൻ പറഞ്ഞ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. TVK നിങ്ങൾക്ക് Kക്ക് 1 മുതൽ n വരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കെയിലാറുകളും ബേസിസിലെ വെക്ടേഴ്സുമായിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ കിട്ടുന്നതാണ്. Let V belongs to capital V be an arbitrary vector. ഒരു ആർബിട്രറി വെക്ടർ എടുക്കുന്നു. Then we get scalars b1, etc. bn belongs to capital F such that v is equal to b1 v1 plus etc. plus vn bn. ഒരു സ്മോൾ v belongs to capital V ഒരു ആർബിട്രറി വെക്ടർ എടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്കെയിലാറുകൾ കിട്ടുമല്ലോ. സ്മോൾ v സ്മോൾ v1 b1 പ്ലസ് എക്സെട്ര പ്ലസ് സ്മോൾ vn bn എന്ന് പറയുന്ന സ്കെയിലാറുകൾ കിട്ടും. ഇനി t നമുക്ക് രണ്ട് സൈഡിലേക്കും അപ്ലൈ ചെയ്യുന്നു. നമുക്കപ്പോൾ കിട്ടുന്നത് tv = b1, അതായത് ടിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഹോമോജിനിറ്റി പ്രോപ്പർട്ടി പിന്നെ ലീനിയറിറ്റിയും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ b1 tv1 പ്ലസ് എക്സെട്ര പ്ലസ് bn tvn എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു b1 നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, TVKയുടെ ഫോം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് kക്ക് 1 കൊടുക്കുമ്പോൾ tv1 കിട്ടും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സമ്മേഷൻ J = 1 to m AJ1 WJ പ്ലസ് എക്സെട്ര പ്ലസ് bn ഇൻറ്റു സമ്മേഷൻ J = 1 to m AJN WJ ഈക്വൽ ടു സമ്മേഷൻ J = 1 to m AJ1 B1 പ്ലസ് എക്സെട്ര പ്ലസ് AJN BN. WJ പുറത്തെഴുതുന്നു. ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഫ്രം ഇക്വേഷൻ 2 വി ക്യാൻ റൈറ്റ് ദ മെട്രിക്സ് ഓഫ് TV. ഓക്കെ,
അപ്പോൾ നമ്മൾ ടി വി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to m WJ എഴുതി. ഇപ്പോൾ ടി വി എന്ന് പറയുന്ന വെക്ടറിന് നമ്മൾ ഡബ്ല്യുവിൻ്റെ ടി വി എന്ന് പറയുന്ന വെക്ടറിനെ ക്യാപിറ്റൽ ഡബ്ല്യുവിൻ്റെ ബേസിസിൻ്റെ ടേംസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? നേരത്തെ ആദ്യം ഈ സെക്ഷൻ തുടങ്ങിയപ്പോൾ മെട്രിക്സ് ഓഫ് എ വെക്ടർ പറഞ്ഞ പോലെ നമുക്ക് മെട്രിക്സ് ഓഫ് ടി വി എഴുതാം. എം ഓഫ് ടി ഈസ് ഈക്വൽ ടു ആദ്യം W1-ൻ്റെത് എഴുതും, അതിൻ്റെ തൊട്ട് താഴെ W2-ൻ്റെത് എഴുതും, അങ്ങനെ പോയിട്ട് WM-ൻ്റെ എഴുതും. അതെങ്ങനെ കണ്ടുപിടിക്കും? ജെയ്ക്ക് ജെയ്ക്ക് 1 കൊടുക്കുമ്പോൾ W1-ൻ്റെത് കിട്ടും. W1-ൻ്റെത് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to m ആണ്. അതിനകത്ത് ജെ 1 കൊടുക്കുമ്പോൾ ഉള്ളതാണ് നമ്മുടെ A11 B1 പ്ലസ് എക്സെട്ര പ്ലസ് A1 and Bn. അങ്ങനെ ജെയ്ക്ക് m കൊടുക്കുമ്പോൾ AM1 B1 പ്ലസ് എക്സെട്ര പ്ലസ് AMn Bn ഈക്വൽ ടു നമുക്ക് A11 അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പോയി A1n അങ്ങനെ എഴുതാം. അതൊരു മെട്രിക്സിൻ്റെ 2 മെട്രിക്സുകളുടെ പ്രോഡക്റ്റായിട്ട് ഇതിനെ എഴുതാൻ സാധിക്കും അല്ലേ. ആദ്യത്തെ ആ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു M/n മെട്രിക്സ് ആണ്. അതാണ് നമ്മൾ മെട്രിക്സ് ഓഫ് ടി ആയിട്ട് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് എം ഓഫ് വി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഈ സെക്ഷൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞില്ലേ, മെട്രിക്സ് ഓഫ് വി എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1-നകത്തത് പറഞ്ഞിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു V1 B1 പ്ലസ് എക്സെട്ര പ്ലസ് VN Bn എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻ നമ്പർ 1-നകത്തുനിന്ന് നമുക്ക് മെട്രിക്സ് ഓഫ് വി എഴുതാൻ സാധിക്കും. B1 എക്സെട്ര VN എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻവേർട്ടിബിലിറ്റി. എ ലീനിയർ മാപ്പ് ടി ബിലോങ്സ് ടു LBW ഈസ് കോൾഡ് ഇൻവേർട്ടിബിൾ. ഒരു ലീനിയർ മാപ്പ് ഇൻവേർട്ടിബിൾ ആകുന്നത് ഇപ്പോൾ ഇഫ് ദെയർ എക്സിസ് എ ലീനിയർ മാപ്പ് ക്യാപിറ്റൽ എസ് ബിലോങ്സ് ടു LWV. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമുക്ക് ടി എന്ന് പറയുന്നത് വിന്ന് ഡബ്ല്യൂയിലേക്കുള്ളതാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു LWV. അത് എവിടെ നിന്നുള്ളതാണ്? ഡബ്ല്യൂയിൽ നിന്ന് വിയിലേക്കുള്ളതാണ്. ലീനിയർ മാപ്പ് ടി ബിലോങ്സ് ടു LBW ഈസ് കോൾഡ് ഇൻവേർട്ടിബിൾ ഇഫ് ദെയർ എക്സിസ് എ ലീനിയർ മാപ്പ് എസ് ബിലോങ്സ് ടു LWV സച്ച് ദാറ്റ് ST ഈക്വൽസ് ദി ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ക്യാപിറ്റൽ വി ആൻഡ് TS ഈക്വൽസ് ദി ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ക്യാപിറ്റൽ W. അപ്പോൾ ഒരു ലീനിയർ മാപ്പ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അതിനൊരു ഇൻവേഴ്സ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രത്യേകത ST എന്ന് പറയുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ്? ST എന്ന് പറയുന്നത് ടിയുടെ ഡൊമെയിൻ വിയിൽ നിന്നും എസിൻ്റെ റേഞ്ച് വി. ST എന്ന് പറയുന്നത് വിയിലുള്ളതാണ്, ബിന്ന് വിയിലേക്കുള്ളതാണ്. ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ വി ആയിരിക്കണം. ഇനി TS എവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ്? എസിൻ്റെ ഡൊമെയിനായ ഡബ്ല്യൂയിൽ നിന്ന് ടിയുടെ കോഡൊമെയിനായുള്ള ഡബ്ല്യൂയിലേക്ക്. ഇപ്പോൾ TS എന്ന് പറയുന്നത് ഡബ്ല്യൂയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ളതാണ്. അപ്പോൾ TS എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ W ആയിരിക്കണം. A linear map S belongs to LWV satisfying ST is equal to I and TS is equal to I is called an inverse of T. അപ്പോൾ ഒരു ലീനിയർ മാപ്പ് ST is equal to I എന്നും TS is equal to I എന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലീനിയർ മാപ്പിനെയാണ് നമ്മൾ ടീൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നോട്ട് ദാറ്റ് ദ ഫസ്റ്റ് I is the identity map on capital V and the second I ഈസ് ദി ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ക്യാപിറ്റൽ. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഫസ്റ്റ് ആദ്യം എഴുതിയിരിക്കുന്ന I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ക്യാപിറ്റൽ ബി ആണ്. രണ്ടാമത്തത് ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ W ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻവേഴ്സ് ഓഫ് എ ലീനിയർ മാപ്പ് ഈസ് യുണീക്ക്. നമുക്ക് നോക്കാം, 2 ഇൻവേഴ്സ് നമ്മൾ എടുക്കുന്നു, എസും എസ് ഡാഷും ആർ ഇൻവേഴ്സസ് ഓഫ് ടി. ദെൻ എസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഐ എന്ന് എഴുതാമല്ലോ, ഈക്വൽ ടു എസ് ഇൻറ്റു ഐനെ നമുക്ക് ടി എസ് ഡാഷ് എന്ന് എഴുതാമല്ലോ, ഈക്വൽ ടു, അതായത് ഈ ടിയുടെ ഇൻവേഴ്സ് ആണല്ലോ എസ് ഡാഷ്, ടി എസ് ഡാഷ് ഐ ആണല്ലോ, ഈക്വൽ ടു നമുക്കിതിനെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മാർക്സ് വെച്ചിട്ട് എസ് ടി ഇൻറ്റു എസ് ഡാഷ് എന്ന് എഴുതാം, ഈക്വൽ ടു ഐ ഇൻറ്റു എസ് ഡാഷ് ഈക്വൽ ടു എസ് ഡാഷ് എന്ന് കിട്ടി. ഇപ്പോൾ 2 ഇൻവേഴ്സസ് ഉണ്ടെന്ന് എടുത്താൽ അത് സെയിം തന്നെയാണെന്ന് കിട്ടും. അപ്പോൾ ഇൻവേഴ്സ് എന്താണ്? യുണീക്കാണ്. നോട്ട് ഇൻ അതർ വേർഡ്സ് ഇഫ് ടി ഈസ് ഇൻവേർട്ടിബിൾ ദെൻ ഇറ്റ് ഹാസ് എ യുണീക്ക് ഇൻവേഴ്സ് ഡിനോട്ടഡ് ബൈ ടി ഇൻവേഴ്സ്. ഒരു ടിക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതെപ്പോഴും യുണീക്കായിട്ടുള്ളൊരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും, ലീനിയർ മാപ്പ് ആയിരിക്കും. അതിനെ നമുക്ക് ടി ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ആ ടി ഇൻവേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഈസ് എ യുണീക്ക് മാപ്പ് സച്ച് ദാറ്റ് ടി ഇൻറ്റു ടി ഇൻവേഴ്സ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഇൻറ്റു ടി ഈക്വൽ ടു ഐ. അടുത്തത് 3.17 പ്രൊപ്പോസിഷൻ. എ ലീനിയർ മാപ്പ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്. നോക്കാം, ഒരു ലീനിയർ മാപ്പ്
ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്, അത് ഇൻജക്റ്റീവ് ആയിരിക്കണം, സർജക്റ്റീവ് ആയിരിക്കണം. നമുക്ക് നോക്കാം. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ വി ഡബ്ല്യു, വി നീഡ് ടു ഷോ ദാറ്റ് ടി ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്. അപ്പോൾ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇഗ്നോർ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ടി എന്ന് പറയാം, ആദ്യം എന്താ എടുക്കുന്നത്, ടി എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ലീനിയർ മാപ്പ് എടുത്തു. ഇൻജക്റ്റീവ് സർജക്റ്റീവ് ആണെന്ന് കാണിക്കണം. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് ടി ഈസ് ഇൻവേർട്ടിബിൾ. അപ്പോൾ ടി ഈസ് ഇൻവേർട്ടിബിൾ ആണെന്ന് എടുക്കുന്നു. ടു ഷോ ദാറ്റ് ടി ഈസ് ഇൻജക്റ്റീവ്, സപ്പോസ് ദാറ്റ് യു കോമ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി ആൻഡ് ടി യു ഈക്വൽ ടു ടി വി. അപ്പോൾ നമുക്ക് ആദ്യം ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 വെക്ടേഴ്സ് എടുക്കുന്നു, യുവും വിയും എടുക്കുന്നു. ടി യു ഈസ് ഈക്വൽ ടു ടി വി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ടി യു ഈസ് ഈക്വൽ ടു ടി വി. ദെൻ ക്യു ഈസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഓഫ് ടി യു എന്ന് നമുക്ക് എഴുതാം. ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഓഫ് ടി യു ഈക്വൽ ടു ടി വി ആണല്ലോ, ടി വി എന്ന് എഴുതാം. ഇനി ടി ഇൻവേഴ്സ് ടി വി എന്ന് പറയുന്നത് വി ആണല്ലോ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു വി എന്ന് കിട്ടി. അപ്പോൾ എന്തായി, ഇൻജക്റ്റീവ് ആയി. ഹെൻസ് ടി ഈസ് ഇൻജക്റ്റീവ്. നെക്സ്റ്റ് വി നീഡ് ടു ഷോ ദാറ്റ് ടി ഈസ് സർജക്റ്റീവ്. അതാണ് അടുത്ത കാണിക്കേണ്ടത്. സർജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏതൊരു വെക്ടർ ഡബ്ല്യു എന്ന് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണം. ടു ഡൂ ദിസ് ലെറ്റ് ഡബ്ല്യു ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു നമ്മൾ എടുക്കുന്നു. ദെൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടി ഓഫ് ടി ഇൻവേഴ്സ് ഡബ്ല്യു എന്ന് എഴുതാമല്ലോ. ടി ഇൻവേഴ്സ് ഡബ്ല്യു ഇവിടെ ഉണ്ട്, ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് ടി ഇൻവേഴ്സ് ഡബ്ല്യു എന്ന് പറയുന്ന ക്യാപിറ്റൽ വിക്കകത്തിലുണ്ട്. അപ്പോൾ ടി ഓഫ് ടി ഇൻവേഴ്സ് ഡബ്ല്യു നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും, ഡബ്ല്യു ആയിരിക്കും കിട്ടുന്നത്. ഇംപ്ലൈസ് ഡബ്ല്യു എവിടെ വരും, റേഞ്ച് ഓഫ് ടിയിൽ വരുന്നുണ്ട്. ദസ് റേഞ്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് എവിടെ വരും, നമുക്ക് റേഞ്ച് ഓഫ് ടിയിൽ വരുന്ന രീതിയിൽ ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഡബ്ല്യു തന്നെയാണ്. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്, ടി സർജക്റ്റീവ് ആണെന്നാണ്. നൗ സപ്പോസ് ദാറ്റ് ടി ഈസ് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്. ഇപ്പോൾ ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ടി ഈസ് ഇൻവേർട്ടിബിൾ. ടി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. ഫോർ ഈച്ച് ഡബ്ല്യു ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു ഡിഫൈൻ എസ് ഡബ്ല്യു ടു ബി ദ യുണീക്ക് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി. അപ്പോൾ ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവും സർജക്റ്റീവും ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് കാണിക്കേണ്ട ഇൻവേർട്ടിബിൾ ആണെന്നാണ്. ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ നമുക്കൊരു ലീനിയർ മാപ്പ് കണ്ടുപിടിക്കണം അല്ലേ. ഫോർ ഈച്ച് ഡബ്ല്യു ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു ഡിഫൈൻ എസ് ഡബ്ല്യു ടു ബി ദ യുണീക്ക് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി സച്ച് ദാറ്റ് ടി എസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു. അപ്പോൾ ഏതൊരു ഡബ്ല്യു നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് എടുത്താലും നമ്മൾ എസ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിയിലുള്ള ഒരു വെക്ടറായിട്ടാണ് എസ് ഡബ്ല്യു. ആ എസ് ഡബ്ല്യു ഈ നമ്മളെടുത്ത ഡബ്ല്യു ആയിട്ട് ടി മാപ്പ് ചെയ്യുന്ന വെക്ടർ വിയിലേത് ഏതാണോ അതാണോ നമ്മൾ എസ് ഡബ്ല്യു ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരെണ്ണം കിട്ടും. കാരണം നമ്മൾ ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടും. ക്ലിയർലി ടി എസ് ഈക്വൽസ് ദി ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ഡബ്ല്യു. ക്ലിയർലി ടി എസ് ഈക്വൽസ് ദി ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ഡബ്ല്യു. കാരണം ടി എസ് ഓഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. ഏതൊരു ഡബ്ല്യു എടുത്താലും ടി എസ് ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു എന്ന് കിട്ടി. അപ്പോൾ ക്ലിയർലി അത് ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ഡബ്ല്യു ആണ്. ടു പ്രൂവ് ഇനി തിരിച്ചെന്ത് കാണിക്കണം, എസ് ടി ഈക്വൽസ് ദി ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ ക്യാപിറ്റൽ വി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്മോൾ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി നമ്മൾ എടുത്തു. ദെൻ ടി ഓഫ് എസ് ടി വി ഈസ് ഈക്വൽ ടു എസ് ടി ഐഡൻറ്റിറ്റി മാപ്പ് എന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ ടി എസ് ഇൻറ്റു ടി വി എന്ന് എഴുതി ഈക്വൽ ടു ടി എസ് എന്താണ്, ഐ ആണ്, ഐഡൻറ്റിറ്റി മാപ്പാണ്. ഐ ഓഫ് ടി വി ഈക്വൽ ടു ടി വി എന്ന് കിട്ടും. അപ്പോൾ ഇംപ്ലൈസ് എസ് ടി വി ഈസ് ഈക്വൽ ടു, അപ്പോൾ ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടി, ടി ഓഫ് എസ് ടി വി ഈക്വൽ ടു ടി വി ആണ്. ഇൻജക്റ്റീവ് ആയതുകൊണ്ട് ആ എസ് ടി വി ഈക്വൽ ടു എന്താവണം, വി ആവണം. അപ്പോൾ ഏതൊരു വി എടുത്താലും ഇത് സംഭവിക്കും. അപ്പോൾ എസ് ടി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ വി ആണ് നമുക്ക് കിട്ടി. ടു കംപ്ലീറ്റ് ദ പ്രൂഫ് വി നീഡ് ടു ഷോ ദാറ്റ് എസ് ഈസ് ലീനിയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് എസ് ലീനിയർ ആണെന്ന് കാണിക്കണം. ലീനിയർ മാപ്പായിരിക്കണമല്ലോ. ടു ഡൂ ദിസ് ലെറ്റ് ഡബ്ല്യു ആൻഡ് ഡബ്ല്യു ടു ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു നമ്മൾ എടുക്കുന്നു. ദെൻ ടി ഓഫ് എസ് ഡബ്ല്യു വൺ പ്ലസ് എസ് ഡബ്ല്യു ടു ഈക്വൽ ടു ടി ലീനിയർ മാപ്പ് ആയതുകൊണ്ട് ടി അപ്ലൈ ചെയ്യുന്നു. ടി ഓഫ് എസ് ഡബ്ല്യു വൺ പ്ലസ് ടി ഓഫ് എസ് ഡബ്ല്യു ടു ഈക്വൽ ടു ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു. അപ്പോൾ എസ് ഡബ്ല്യു വൺ പ്ലസ് എസ് ഡബ്ല്യു ടു ഈസ് ദ യുണീക്ക് എലമെൻറ്റ് ഓഫ് വി
ദാറ്റ് ടി മാപ്സ് ടു W1 പ്ലസ് W2. യുണീക്ക് എലമെൻ്റ് ആണെന്നുള്ളത് എങ്ങനെ കിട്ടിയത്? ഇത് ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെന്നുള്ളത് കൊണ്ടാണ് കിട്ടിയത്. ഓക്കെ, ബൈ ദ ഡെഫിനേഷൻ ഓഫ് എസ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് എസ് ഓഫ് W1 പ്ലസ് W2 ഈക്വൽ ടു SW1 പ്ലസ് SW2. അതെങ്ങനെ കിട്ടുന്നത്? ഈ നമ്മൾ പ്രൂവ് ചെയ്തത് SW1 പ്ലസ് SW2 നെ W1 പ്ലസ് W2ലേക്ക് മാപ്പ് ചെയ്യുന്നു നമുക്ക് കിട്ടി. ഇനി ടിയുടെ ഡെഫിനേഷൻ വെച്ചിട്ട് ടി ഓഫ് എസ് ഓഫ് W1 പ്ലസ് W2 എന്ത് കിട്ടും? W1 പ്ലസ് W2 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ടെണ്ണം ഡിഫറെൻ്റ് ഒരേ ഇമേജ് പ്രീ ഇമേജ് ഡിഫറെൻ്റ് ആവാൻ പാടില്ലല്ലോ, ഇത് 1 1 1 2 ആയതുകൊണ്ട്. അതുകൊണ്ട് എസ് ഓഫ് W1 പ്ലസ് W2 ഈക്വൽ ടു എന്താണ്? SW1 പ്ലസ് SW2 ആണ്. അപ്പോൾ ലീനിയാരിറ്റി കിട്ടി. ഇനി അടുത്തത് ഹോമോജിനിറ്റി നോക്കണം അല്ലേ. ടി ഓഫ് ASW is equal to ATSW equal to AW. Thus ASW is a unique element of V that T maps to AW. By the definition of S, this implies that S of AW is equal to ASW. കാരണം എന്താ? നമുക്ക് ടി ഓഫ് SAW എന്ന് പറയുന്നത് ബൈ ദ ഡെഫിനിഷൻ ഓഫ് AW ആണെന്ന് കിട്ടും. അതേപോലെ തന്നെ ASWവും ടി ഇതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? AWയിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും സെയിം ആയേ പറ്റുള്ളൂ, കാരണം ടി എന്താണ് ഇൻജക്റ്റീവും സബ്ജക്റ്റീവും ആണ്. സോ എസ് ഓഫ് AW ഈക്വൽ ടു ASW ആണ്. അപ്പോൾ എസ് ലീനിയർ ആണ്. പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഇൻവേർട്ടിബിലിറ്റിയുടെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടി ഈസ് ഇൻവേർട്ടിബിൾ.